ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. കുറേ ഒക്കെ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ പരീക്ഷയും പൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ പാടന്നെ മീനിനെ തീറ്റിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം പ്രസവിക്കാനായി നിൽക്കണം. അപ്പോൾ അതിന് വേറൊരു ബൗളിലാക്കി വെച്ചാണ്. ഭാഗം നടക്കാൻ പോവാണ് കേട്ടോ. കുട്ടികളെ മദ്രസ കൊണ്ടുപോകുമ്പോഴത്തേന് നടന്നിട്ട് വരണം. 7:00-ക്കാണ് മദ്രസ്. അപ്പോൾ ഒരു 7:25-നൊക്കെ ഇവർ പോവുള്ളൂ കേട്ടോ. പൊത്തിന് നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് കണ്ട് വന്നതാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പുണ്ട്, മുറ്റത്ത് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കണ്ട് ഇങ്ങനെ ചൂടുള്ള ചായ കുടിക്കുകയാണേ. ഇന്ന് എൻ്റെ ഈ ഒരു വോയിസ് സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് സംഭവം അറിയില്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഞാൻ കടലയാണ് ഉണ്ടാക്കുന്നത്. കടലയും ചെറുപയറും കൂടെ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറുപയർ ഇവർക്ക് ഇഷ്ടമല്ല കറി, അപ്പോൾ ഇതിൽ കൂടെ ഇടുമ്പോൾ അങ്ങനെ കഴിച്ചോളും. പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ മസാലകളിടും, പിന്നെ അവസാനം വേറൊരു സാധനം കൂടി ഇടും കേട്ടോ. അപ്പം ഞാനിത് കാണിച്ച് തരണ്ട് ചിലപ്പോൾ. അപ്പോൾ ഇതാ ഇന്നലെ രാത്രി ആദ്യം നല്ല വെളുതുണ്ടല്ലേ എഴുതിയത് ഫുള്ളായിട്ട് മായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുയിന്താട്ടിരുന്ന് ഇങ്ങനെ എഴുതാണ്. പിന്നെ ഒരു ഉസ്താദ് വിട്ടപ്പോൾ നേരെ വൈകിയാണ് എഴുതാളെ വിട്ടപ്പോൾ. ഇപ്പോൾ ഇത്ര രാത്രി എഴുതിയിനി, അപ്പോൾ രാവിലെ ഞാനിത് എഴുതാണ് ഇത് വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേട്ടോ. അങ്ങനെ രണ്ടാൾ എഴുതി. അപ്പോൾ ബാക്കിയുള്ള എക്സസൈസും കൂടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാണ്ട് മേലെ മെഷീനൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്തിറങ്ങിയിട്ട് ബാക്കി ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ല രണ്ടാളും പോവാണ്. നേരെ വൈകിട്ട് 7:30 ആയിക്കണു. ഉസ്താദ് ചീത്ത അറിയാമെന്നൊക്കെ വിചാരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വാഴ വെട്ടിയിരുന്നു കേട്ടോ. വാഴക്കൊല നേന്ത്രപ്പഴമാണ്, കണ്ടില്ല വലിയ പഴമാണ് കേട്ടോ. എന്നാലും 10 കിലോ ഒക്കെ ഉണ്ടാവും എന്നിട്ട് പറഞ്ഞത് വെട്ടിത്തന്നീന്ന ആളെ അത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ എണ്ണിത്തണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണിത്തണ്ടേനല്ല എടുത്ത് വെച്ചാണ്. അപ്പോൾ അത് പുകയിൽ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു കടയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ പുകയിലിട്ട് തരാം, ഇന്നലെ വെട്ടാൻ വന്നപ്പോൾ അത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുകയിലിട്ടാൽ പെട്ടെന്ന് പൈത്തോളും എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പൈക്കുക എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടാണ് പൈക്കിയിരിക്കും. ഒപ്പം പൈത്താൽ അത് പെട്ടെന്ന് കേടരുമല്ലോ. അവസാനത്തൊക്കെ വേഗം കേടരില്ലെങ്കിൽ വേഗം നമ്മൾ തിന്ന് കഴിക്കണം. അപ്പോൾ അത് ആദ്യക്കൂട്ട എണീറ്റിക്കണം കേട്ടോ. കണ്ടില്ലേ ലൈറ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ ഉണർത്തി നോക്കുകയാണ്. പിന്നെ അവന് പല്ലേക്കണം കേട്ടോ. പല്ലേക്കണ രംഗം കണ്ടോ, തൊടുണ്ടാവട്ടോ പല്ലുമ്മൽ കണ്ടില്ലേ തേക്കണ കോലുണ്ട്. പിന്നെ ഞാൻ തന്നെ തേപ്പിച്ചു കേട്ടോ. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും കുറേ സമയം. അവനക്ക് തന്നെ ഒറ്റയ്ക്ക് തേക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പൊടിയൊക്കെ ഞാൻ നനച്ച് വെച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെച്ച് അങ്ങനത്തെ ഓരോ പണികളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി കണ്ടില്ലേ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അവസാനം ഞാൻ ചുടുവെള്ളം കുറച്ച് വേറെ സാധനം ഇടൂല അപ്പം ഉണ്ടാക്കലാണ്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് കാരണം ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ആദിക്കുള്ളതാണ് കേട്ടോ. എനിക്ക് ഏതാണെങ്കിലും അപ്പോൾ എന്തായിക്കോട്ടെ അതിക്ക് മുട്ട വേണം കേട്ടോ. രാവിലെ ഒരു മുട്ട നിർബന്ധമാണ്. അപ്പോൾ അവനക്ക് പുട്ടും പപ്പടവും മുട്ട കേട്ടോ. അവനക്ക് കണ്ടങ്ങനെയാണ് കൊടുക്കണത്. അപ്പോൾ ആ ഒരു കഷ്ണം പുട്ട് കഴിച്ചിട്ടോ, ഇല്ലെങ്കിൽ ആ ഒരു മുട്ട മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ ദോശയാണെങ്കിൽ എന്തിൻ്റെ കൂടെ ഒരു മുട്ട നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അവിടെ വെളിച്ചമൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ പുറത്ത് വന്നിട്ട് കേട്ടോ അവന് കൊടുക്കണതേ. അവനക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ പുറത്ത് ഇപ്പോൾ ചെറിയൊരു വെയിലും കാര്യമൊക്കെ നിൽക്കണം. അപ്പോൾ എന്നോട് തട്ടടുണ്ടാറ് കണ്ടിട്ട് തട്ട ഊരിയിട്ടാണ്. തട്ടം പുറത്ത് പോകുമ്പം തട്ടം ചാടിയാലൊക്കെ പൊന്നൂനൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷേങ്കിൽ ഇങ്ങനെ അകത്തിരിക്കുമ്പോൾ പിന്നെ തട്ടടാൻ തന്നെ സമ്മതിക്കൂല. പിന്നെ പൂച്ച ഉണ്ടായിരുന്നു നമ്മളെ നിച്ചുവിൻ്റെ അങ്ങനെ തന്നെ ഒരു പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നിച്ചു പോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഇവനും അല്ലുവിനും കേട്ടോ. അല്ലു എപ്പോഴും ഓളിങ്ങനെ രാത്രി ഒക്കെ ചോദിക്കും വെച്ചേ നിച്ചുവിനെ നാളെ നമുക്ക് കാണാൻ പോവല്ലേ ചോദിക്കും. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവരെ കുറച്ച് നേരമൊക്കെ അവിടെ കളിപ്പിച്ച് ഞങ്ങൾ അകത്ത് കയറി ഞാനും പൊന്നും ചായ കുടിക്കാൻ കേട്ടോ. പൊന്നും ചായ ഇട്ടില്ല, വെള്ളമാണ്. അപ്പോൾ ആരെങ്കിലും പുട്ട് അച്ചാറ് കൂട്ടുമോ? ഞാൻ കൂട്ടും കേട്ടോ. ഓൾക്ക് വേണ്ട കേട്ടോ, ഓൾക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും ഒരു പുളി എനിക്ക് നിർബന്ധമാണ്. കറിയിൽ അധികം എരിവിടാത്തതിനും കൊണ്ടേ. പിന്നെ ഞങ്ങൾ രണ്ടാളും TV കണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചിരുന്നത്, ചായ കുടിച്ചിരിക്കണത്. ഓള് പിന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. കണ്ട അതിൻ്റെ മുന്നിൽ ഇരിക്കുള്ളൂ, ഞാനിപ്പുറത്താണ്. പക്ഷേങ്കിൽ അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ മാറ്റി ഇരിക്കും കേട്ടോ. ചാനൽ മാറ്റിയാണ്ടോ ഏതൊന്നും കാണൂല. അവസാനം ഏതെങ്കിലും ഒരു കൂതറിടും. അതാണെങ്കിൽ എനിക്കും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കുടിച്ച് നിൽക്കുമ്പോൾ ഇതിൻ്റെ ചായ കുടി കഴിഞ്ഞാൽ മാറ്റി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കഴിഞ്ഞിരിക്കണം. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. ഇവനിപ്പോൾ 2 ദിവസം മുന്നേ മൂത്രയിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പകൽ നിന്നിട്ടാണ് മൂത്രയിച്ചതിൽ അതിൽ കടക്കൊന്ന് കഴുകി ആ ഭാഗം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു കട്ടിയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കലാണ് കേട്ടോ. എന്നിട്ട് വെയിലത്തൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നാലും ആ ഒരു ബെഡ്ഷീറ്റ് ഒന്നും കൂടെ രണ്ടാമതൊന്ന് അലക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ യൂണിഫോമൊക്കെ തലേന്ന് അലക്കി കൊടുന്ന് വെച്ചാട്ടോ. വൈകുന്നേരം മടക്കി വെക്കുകയാണ്. രാത്രി അതിനൊന്നും നിന്നിട്ടില്ല.
അപ്പം അങ്ങനെ കണ്ടോ, ഓളത് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ ഒരു പണികളൊക്കെ എടുത്ത് വന്ന് ഞാൻ അടുക്കളയിൽ പോയി പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ അടിയിൽ മടിയിൽ കയറിയിരിക്കണം. ഓന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് കൂടി മാറ്റിയിരിക്കണം. ഇപ്പോൾ രാവിലെ ഒന്ന് ആ പുറത്തു കൂടെയൊക്കെ ഒന്ന് പോയി കാലുമലൊക്കെ ചളിയായിരുന്നു. കാലുമ ചളിയായാൽ പിന്നെ അപ്പം തന്നെ ഒന്ന് കഴുകണം കേട്ടോ. കഴുകിയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. അപ്പോൾ സോഫൻ്റെ വീതിയൊക്കെ എന്നാൽ അലക്കിയിട്ടൊക്കെയുന്നുണ്ട്. പിന്നെ അതൊക്കെ കൊടന്ന് വെച്ചു. അപ്പം ഞാനിതാ ഈ ഒരു പുഡിങ് ഇന്നലെ മിഞ്ഞാന്നോ ഇന്നലെ തോന്നുന്നുണ്ട് ആ ഒരു പുഡിങ്ങിന് ഞാൻ സൗണ്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവ ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവൻ്റെ ഇടയിൽ നിന്ന് സൗണ്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ റൂമിൽ പോയിട്ടാട്ടോ സൗണ്ട് കൊടുത്ത് എനിക്ക് ഞാൻ ഈ ഫോണ് കൊടുത്ത് കണ്ട് അതിൽ ഇത് യൂട്യൂബൊക്കെ ഇട്ട് കണ്ട് ഞാൻ പോയിക്കുന്നു സൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ സമ്മതിക്കുന്നല്ല. അതാണ് നിങ്ങൾ ഇങ്ങനെ എൻ്റെ ഒരു വീഡിയോയിലോ എൻ്റെ സൗണ്ട് കേൾക്കണത്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒന്ന് കളിപ്പിച്ച് എന്താ കളി നല്ല ചിരിയും കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവം ഒന്ന് വീണ് ഒക്കെ ഇതായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു സാധനത്തോണ്ട് കൂട്ടാണ്ടാക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വെട്ടി കൊടുന്ന സംഭവം ശരിയായിട്ടില്ല കേട്ടോ. ഞാൻ പരിന്നൊക്കെ പോയിട്ട് അമ്മ ഒക്കെ കാട്ടുകണ്ട് അല്ല വൃത്തിക്ക് നടുവിൽ ഇങ്ങനെ ഒരു വെള്ളേക്കാരം. ഇത് കണ്ടോ, ഇത് ആകെ ഇതിന് മുകളിലത്തെ ആ ഒരു സംഭവം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിലത്തെ കഴിച്ച് കണ്ട് ഇങ്ങനെയൊക്കെ കിട്ടീന്, വൃത്തിയില്ലാതെ കിട്ടീന് കേട്ടോ. എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ ഇത്രയും സാധനം എടുത്തിരുന്ന് കുറച്ചെടുത്തിട്ടുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക്, കുട്ടികൾക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വേണ്ട പൂച്ച, ഞാൻ പറഞ്ഞു നിച്ചുട്ടിനെ പോലത്തെ ഒരു പൂച്ച ഉണ്ട്. അതിനൊരു 4 കുട്ടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ 3 കുട്ടികളെ പട്ടി പിടിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അകത്തേക്ക് പോയിക്കാണ് മീനിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് അത്രയും നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. പിന്നെ ഒരു പൂളയും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അത് നെയ്പ്പൂളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് ഉടഞ്ഞിട്ട് വരും. ഒരു വിസിലിന് തന്നെ നമുക്ക് ആ ഒരു പൂള റെഡിയായി കിട്ടും കണ്ടോ. നെയ്പ്പൂളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. അതിന് കുറേ മുന്നേ ഞാൻ അലക്കി തോരനെടുത്ത് ഇങ്ങനെ ഒരു പൂളൻ്റെ ഒരു കണ്ടം എടുത്തില്ല. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒരു വെള്ള കൂട്ടാനായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആയിക്കണം മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരിട്ടിട്ട് ഉണ്ടാക്കുന്നു, പക്ഷേ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പരിപ്പ് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പായസത്തിന് വെക്കുന്ന പരിപ്പാട്ട കൊണ്ടുവന്നിരിക്കണത്. പിന്നെ ഇവരൊക്കെ ടി വി കാണുകയാണ്. പിന്നെ എന്തൊക്കെയോ മിഠായിയൊക്കെ പോയി വാങ്ങിന് കേട്ടോ. അവർ കടയിൽ പോയി കണ്ടതാ. അല്ലു കണ്ടോ, അല്ലുവിന് എപ്പോഴും ഒരു വീഡിയോ എടുക്കണം എന്നറിയും. പിന്നെ പൊന്നു അടിച്ചു വരാൻ കേട്ടോ. കപ്പ് കേക്ക് കൊടുന്നീന് അതാകെ പൊടിച്ചിട്ടിരിക്കണം അകത്തു കൂടെയൊക്കെ. അപ്പോൾ അവൾ അടിച്ചു തരികയാണ്. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ആദ്യം അല്ലും കൂടെ സോഫിയിൽ കൂടെ അങ്ങനെ ഓടിക്കാണ്ട് കണ്ടോ വീണ് കാണ്ടേ പല്ല് തട്ടിയിട്ട് ചുണ്ടിൻ്റെ ഇവിടെ തട്ടിയിട്ട് പുറത്തേക്ക് ഒരു ഓട്ടയായി വന്നിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ തട്ടിയിട്ട് ഓട്ട പുറത്തേക്ക് വന്നിക്കുക. കരഞ്ഞോണ്ട് നിൽക്കണം കണ്ടോ. അങ്ങനെ തേങ്ങിക്കുക കണ്ടില്ലേ. ആ ഒരു ഓട്ട ഉണ്ടല്ലോ, കാണുന്നുണ്ടോ ഒരു കണ്ടില്ലേ, അത് പുറത്തേക്ക് വന്നിക്കണം. പുറത്ത് കൂടെ ചോര ഇങ്ങനെ വരിക. ഉള്ളിലും മുറിയിട്ട് ഉള്ളിലും ചോര പുറത്തും ചോര. അപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തതാട്ടാ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാൻ വളർത്തി മുത്തുട്ടിൻ്റെ അടുത്തൊക്കെ ഏൽപ്പിച്ചു. അതിനെ ഏൽപ്പിച്ചാണ്ട് അങ്ങനെ പോകുന്നാണ്ട് കൂട്ടാനപ്പത്തിന് റെഡി ആയിട്ട് കണ്ട വെള്ള കളറാണ്. പിന്നെ ഞാൻ പച്ചമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയും ജീരകം ഇട്ടിട്ട് കുറച്ച് തേങ്ങ ആകെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഇട്ട് പിന്നെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കഴിക്കാനാവില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആക്കി വരുമ്പോൾ തന്നെ 11 മണി കഴിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നിന്ന്. അപ്പോൾ ബിരിയാണീൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ബാഗ് കൊടുന്നു കൊടുത്തതാണ് കേട്ടോ. കുട്ടികളപ്പോൾ അതാ വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് മുത്തുട്ടി കളിപ്പിക്കുകയാണ്. അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറിയിരുന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. ഒരു ഓട്ടം അങ്ങോട്ട് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ഇതുണ്ട് എന്നറിയാലോ. ഇനിയിപ്പോൾ എരിവും കാര്യമൊന്നും തട്ടാനും പറ്റൂല. ഇവള് കണ്ടോ, ഇവള് ഒരു തല്ലിക്കണം കേട്ടോ. അതിന് ദേഷ്യത്തിൽ വന്ന് കണ്ട് കിടക്കുകയാണേ. അതിൻ്റെ ഇടയിൽ പൊന്നൂൻ്റെ കൂട്ടുകാരത്തികളൊക്കെ വന്നിരുന്നു കേട്ടോ. ഓല് വേറൊരു കൂട്ടുകാരത്തിൻ്റെ അടുക്ക് പോവുകയാണ്. കുറേ ആയിക്കണം പറയണം ഇങ്ങനെ പോകണം, ആ വീട് ഒരു കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പരീക്ഷയും കാര്യവും ഒക്കെ അല്ലേ. അപ്പോൾ പരീക്ഷയും ഇപ്പോൾ പേപ്പർ കുറേ കിട്ടിയിരിക്കണം. അപ്പോൾ തെറ്റില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വിട്ടതാണ്. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ കൂടെ എനിക്ക് എടുക്കാൻ കഴിയണില്ല. അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടോ. പക്ഷേ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നുള്ളൊരു ഇതെന്താ വെച്ചാൽ പാത്രം കഴുകാനാണ് കേട്ടോ. പാത്രം കഴുകാൻ എല്ലാം വേഗം ഉണ്ടാക്കാൻ എനിക്ക് സംഭവം സെറ്റാണ്. പക്ഷേങ്കിൽ പാത്രം കഴുകിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴുകിയെടുത്ത് ഇവർ പിന്നെ ഒന്നും കൂടെ കടയിൽ പോയി വന്നിക്കണം കേട്ടോ. ഇവൾക്ക് നാളെ കണ്ടില്ലേ ന്യൂ ഇയറിൻ്റെ
കൂട്ടുകാർക്ക് മിഠായി എന്തൊക്കെയോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വായ പോലും പിന്നെ ഒന്നും കൂടി പുറത്തുപോയി വന്നിക്കണം. അപ്പോൾ അത് മുത്തുട്ടി ഉണ്ടാക്കിയെടുത്താട്ടോ. എന്താ ഞല്ലുവിൻ്റെ പൊന്ന് വന്നിട്ടാണ് ഉണ്ടാക്കാനെന്നും പറഞ്ഞാണ്ട് കണ്ടില്ലേ. അപ്പം അതിൽ മിഠായും പിന്നെ വേറെ എന്തൊക്കെയോ സാധനം പൂക്കള കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഠായും എല്ലാം കാണിച്ചു തരാണ്. അല്ലെങ്കിൽ ആദി വേണ്ടി വരും. ആദി ഭയങ്കര കരച്ചിലാണ്. അപ്പം പിന്നെ ഒന്ന് തുടക്കാനും കൂടി ഉണ്ട് കേട്ടോ. അല്ലാത്ത പണികളൊക്കെ ഏകദേശം ഞാനൊന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ക്ലീനാക്കി പിന്നെ തുടക്കാനും കൂടി ഉള്ളു. അപ്പോൾ കുക്കർ ഇതാ ഒരു വിസിൽ മാത്രമായിട്ട് നമ്മൾ ആ ഒരു ബിരിയാണിക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ കണ്ടില്ലേ തട്ടിയിട്ട് കത്തി തട്ടി. എനിക്ക് കട്ടിങ് ബോർഡുമേലൊന്നും എനിക്ക് ശരിയാവില്ല. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിയിലാണ് കേട്ടോ അത് സംഭവമായത്. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ ബായനെ വിളിച്ചിട്ട് ബായാണ് ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒന്നും പിന്നെ അറിയില്ലല്ലോ, ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആരും സഹായത്തിനില്ല. അതൊക്കെ പിന്നെ നമ്മൾ തന്നെ ചെയ്യും കേട്ടോ. കാരണം എന്താ ബിരിയാണിയൊക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ, കണ്ടാൽ തന്നെ അറിയട്ടോ. നമുക്കൊന്നും ഒട്ടാതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ നമ്മളെ ജീരകശാല അരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരി എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ 1 kg എടുത്തിരുന്നത്, പക്ഷേ റൈസ് കണ്ടോ കുറവാണ്. അപ്പോൾ ഒരു 1.5 kg ഒക്കെ എടുക്കണം കേട്ടോ. 1 kg പകരം 1.5 kg ഒക്കെ എടുക്കണം. പിന്നെ എല്ലാവരും ചോറൊക്കെ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യക്ക് കഴിക്കാൻ കഴിയൂല, എത്ര എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൾ മുന്തിരി എടുക്കണം കേട്ടോ. അല്ലുവിൻ്റെ മുന്തിരി എടുത്ത് കഴിക്കുകയാണ്. പക്ഷേ ചോറൊക്കെ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. മുട്ട കഴിച്ചു, കുറച്ച് ചോറും കഴിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചത് ആ ഒരു മുറിവുള്ളതുകൊണ്ട് കഴിയൂല അന്നേത് മൃഗങ്ങളെ ചാനൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ചാനൽ മാറി മാറി വരുന്നുണ്ട്. അതൊന്നും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ ഞാനും വന്ന് അവിടെ താഴെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സോഫയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാണ്ട് എല്ലാവരും അപ്പം ആട്ടിയിട്ടുള്ളേന്ന്. പിന്നെ 2 മണിക്ക് ചോറ് നിന്നിട്ട് 4 മണി വരെ അതിൻ്റെ ഇടയിൽ ഞാൻ തുടച്ചിട്ടോ. തുടക്കലും കുളിയും കഴിഞ്ഞ് ഞാൻ കിടന്നിന്ന്. 4 മണിക്കാണ് പിന്നെ എണീറ്റ് വന്ന് ചായയൊക്കെ ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ. ബാക്കി പാൽച്ചായ ഉണ്ടാക്കി. കുട്ടികൾക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ പാൽച്ചായ. പാല് നമ്മൾ ഈ പാക്ക് പാല് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് കുട്ടികൾക്കും എനിക്കും ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഈ ഇതുണ്ടല്ലോ മിച്ചർ, ഭയങ്കര എരിവുള്ള മിച്ചറാട്ടോ. ചൂടുള്ള ചായക്ക് എരിവുള്ള മിച്ചറിട്ട് കഴിക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ മിച്ചറിട്ട് കഴിക്കട്ടെ. പിന്നെ ഇവർ കളിയിലാണ് കേട്ടോ. പിന്നെ ഇവന് മിച്ചറും ചായയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു പേടി, ചൂടുള്ള ചായ എരിവും കണ്ടോ. ഒന്ന് കൊടുത്തപ്പോൾ തന്നെ അവനിങ്ങനെ ഇതായിട്ടോ. അവന് കഴിക്കാൻ കഴിയണില്ല. പക്ഷേങ്കിൽ പുതിയ ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ കടലും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അതിന് എടുത്ത് കൊടുത്തൊക്കെ കേട്ടോ ചെയ്തത്. അങ്ങനെ കുറച്ച് സമയം പിന്നെ ഒരു 5 മണിക്കായി പുറത്തേക്ക് ഇറങ്ങിയാൽ ബാങ്ക് കൊടുക്കാൻ നേരത്തെ പിന്നെ അകത്ത് കയറുള്ളൂ കേട്ടോ. ഇന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ കണ്ടോ മുളകൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എന്തോ ഒരു മരം അങ്ങനെ ഇതായി പോകുന്നുണ്ട് ഇലകളൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ പറിച്ചു. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേര് എനിക്കറിയുന്നില്ല കേട്ടോ. ഒരു കായ് തൊട്ടാതൊടിയനല്ല, ഇത് വേറൊരു കായാണ്. ഇത് കണ്ടില്ല, ഇത് നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് കേട്ടോ. ഈ ഒരു കളറല്ല, നിങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. വലിയ മരമാവും, പക്ഷെ ആ ഒരു മരത്തിൻ്റെ മുകൾ മൊത്തം ഈ ഒരു കളറായിരിക്കും കേട്ടോ. ആ ഒരു ഇല കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടോ. ഇത് നിറയെ ഉണ്ടായിരുന്നു, വെട്ടിയിട്ടതാണ്. അവിടുന്ന് ഞങ്ങൾ വയനാട്ടിൽ പോകുന്നപ്പോൾ കൊടുന്ന. പിന്നെ നമ്മൾ കാശ്മീരി മുളക് ഫുള്ള് പറിച്ച് ഉണക്കിക്കണം കേട്ടോ. ബാക്കി 2 എണ്ണം ഉണ്ടായിരുന്നു അതിൽ. പിന്നെ കുറച്ച് താത്താർക്കും കൊടുത്തിക്കണം വിത്തിന് വേണ്ടിയിട്ടേ. അങ്ങനെ പിന്നെ കടലതിൻ്റെ ഉള്ളിലുണ്ടായത് പൊതിനയാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന പൊതിനയില്ല, കടയിൽ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ തണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഇത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു ഇത് നല്ല വളർന്നിട്ടുണ്ട്. ഇത് മുട്ടച്ചീരി ഉണ്ട്. ഞാൻ ഇപ്പം നേരം എടുത്തതിൽ ഒരു കമ്പ് കുത്തി കൊടുത്താണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൽ മുട്ട ഇട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചക്ക നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും കൂടി ആയിക്കോട്ടെ നിർത്തിയതാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല മണമായിട്ട് എനിക്ക് തോന്നുന്നത് പഴുത്തുക്കണമെന്നൊരു ഡൗട്ടുണ്ട്. പ്ലാവും കണ്ട് ചെരിഞ്ഞിട്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ചക്ക നിലത്തും ചാടി കിടക്കുന്നുണ്ട്. ഇതിന് കൂടി ചെറിയ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിലത്ത് ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എടുക്കാം, ഭയങ്കര ഉറുമ്പ് ചെയ്തിട്ട് അവിടെ. പിന്നെ ഇവർ കളി കണ്ടോ, എൻ്റെ അല്ലുവിന് അവിടെ പോവണം എന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ പല്ല് ഫുള്ള് പോകുന്ന പറഞ്ഞപ്പോഴേ എല്ലാം അവിടെ ചെന്ന് കണ്ട് ഇതാക്കിയതാണ് കേട്ടോ. അവിടെ റോട്ടിലേക്ക് പോകും, താഴെ നമുക്ക് ഇങ്ങനെ താഴെ ഇറക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആദ്യക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പൂള പറഞ്ഞില്ലേ, നെയ്പ്പൂള, അത് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഫുള്ള് ഞാൻ ഇപ്പോൾ നമ്മൾ അലക്കി തോരടാൻ മുകൾക്കൊന്നും പോവാത്തതുകൊണ്ട് തന്നെ കാണലില്ല കേട്ടോ. ഫുള്ള് പറിച്ചോ കാര്യങ്ങളൊന്നും അറിയണില്ല. ഗുഡ്സ് ഇങ്ങനെ വരും, രാവിലെ പറിക്കും കേട്ടോ. അവർ സുബൈ കഴിഞ്ഞാൽ പറിച്ചു കൊണ്ടുപോകും, ഗുഡ്സിൽ നിറയെ ആക്കി കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനത് കാണാൻ പോവാണ്. ഞാൻ ടെക്കിലട്ടിൻ്റെ പിന്നാലെ പിന്നെ എല്ലാവരും ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടെല്ലാം ഇറങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ പകുതി മുക്കാലും പറിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ, ഈ ഒരു ഭാഗം അപ്പുറത്തൊരു കണ്ടുകൊണ്ട് അതും പറിച്ച് ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. പറിക്കുമ്പോൾ നമുക്ക് തരലാണ്. കിലോന് എത്ര 30 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ.
അപ്പം നമ്മൾ വാങ്ങലുണ്ട് അവരുടെ കയ്യിൽ നിന്ന് കേട്ടോ. പിന്നെ ഇതാ പൊന്നു പിന്നെ ഉറങ്ങുകയാണ് കേട്ടോ. അവൾക്ക് ഇത് മെൻസസ് ആണ്. അപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ഊരവേദന, വയറുവേദന, സുഖമല്ല കേട്ടോ. അപ്പോൾ അവൾ കിടന്നുറങ്ങുക തന്നെയാണ്. എൻ്റെ കൂടെ കിടന്നത് ഇനിയിപ്പോൾ എണീറ്റിട്ടില്ല. കുറച്ചും കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ. ആ ഒരു ദിവസം മാത്രം, പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ആദ്യം പൂണ് കണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ പോയാൽ അല്ലെങ്കിൽ തന്നെ മുറി വയ്ക്കണം. ഇനിയിപ്പോൾ അത് തട്ടിയ ചോര വരില്ല എന്ന് പേടിച്ചിട്ടേ. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആയ ഭയങ്കര ഇതല്ലേ. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നതാട്ടോ. അല്ലുവിൻ്റെ പാവയാണ്, കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുത്തേക്കണ്. ഇത് ഇവൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാണ്, വീഡിയോയിൽ കാണിക്കുന്നതാണ്. കണ്ടില്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊരു ചക്ക ചാടിയെന്ന്. അപ്പോൾ ഞാൻ ഉറുമ്പിനൊക്കെ തട്ടിക്കളഞ്ഞ് കണ്ടത് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയൊരു ഇതാണ്, കണ്ടില്ലേ, ഇങ്ങനെ മഞ്ഞച്ച് കണ്ട് ചാടിയതാണ്. ഇത് വിയറ്റ്നാം ചക്കയാണ് കേട്ടോ. ഇത് നമുക്ക് കൊല്ലത്തിൽ ഇങ്ങനെ നമ്മൾ മറ്റേ ചക്ക ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നല്ല കേട്ടോ, എപ്പോഴെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ചക്ക കഴിയുമ്പോൾ പുതിയ ചക്ക ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. 2 ചക്കയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ രാത്രിയായിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് ചോറൊന്നും കഴിക്കാൻ കഴിയൂല. അപ്പം ഞാൻ കഞ്ഞി ഉണ്ടാക്കി, ബാക്കി മധുര കിഴങ്ങായിട്ട് മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പം അത് പുഴുങ്ങാൻ വേണ്ടി കഞ്ഞിക്ക് മുട്ട കൈ പിടിച്ച് നിൽക്കുകയാണേ. ഒരു ദിവസം 3 മുട്ട അങ്ങനെയൊക്കെ വേണ്ടിട്ടോ. എനിക്ക് മുട്ട ഇവിടെ എപ്പോഴും കൊണ്ടുവരണം, അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ പിന്നെ കരച്ചിലാവും. അപ്പം അങ്ങനെ കുറച്ച് മധുരക്കിഴങ്ങ് മാത്രം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചു. ചോറുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ പിന്നെ ചോറ് മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പൊന്നൂൻ്റെ പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയിരിക്കണ്. ഫുള്ള് കിട്ടിയിട്ടില്ല, ഇനി 3 കൂടെ കിട്ടാണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ മാർക്കുകളൊക്കെ നോക്കുകയാണ് കേട്ടോ. ചിലതിൽ കൂടുതലുണ്ട്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം 40 ഉണ്ടായിരുന്നു, ഇപ്പോൾ 36. ചിലതിൽ എന്നാൽ 10 മാർക്ക് കൂടിയതും ഉണ്ട് കേട്ടോ. ചിലത് കുറവുള്ളത് കുറച്ച് കൂടിയതൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രസ് കാർഡാണ് കേട്ടോ. അത് ഇവർ ടീച്ചർക്ക് കൊടുക്കുമൊന്നുമില്ല, ഇവിടെ വച്ചൊക്കെയാണ്. അപ്പം അതിൽ A+ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. എത്ര ഉണ്ടായിരുന്നു, നിക്കുറി എത്ര കിട്ടും, അതൊക്കെ നോക്കുകയാണ്. അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇത് കണ്ടില്ല, കുട്ടികളെ ഉറക്കാൻ കിടത്തിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അവനക്ക് കഞ്ഞിയും മുട്ടയും കൊടുത്തിട്ടോ ആദ്യക്ക്. അപ്പോൾ കഞ്ഞി ആവുകൊണ്ട് കുടിക്കണുണ്ട്, ഇല്ലെങ്കിൽ ചോറൊക്കെ ആകുമ്പോൾ ഇനി പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഒന്ന് സംസാരിക്കണത് ഇപ്പോൾ പിറ്റേന്നാണ് കേട്ടോ. സ്കൂളിലായിരുന്നല്ലോ അന്ന്, അതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ, വെള്ളിയാഴ്ച. ഇപ്പോൾ ഇന്നേക്ക് അവനത് അവിടെ ചെറുതായിട്ട് പഴുപ്പ് പോലെ നിൽക്കുന്നുണ്ട്, ഒരു വെളുത്ത് നിൽക്കുന്നുണ്ട്. എന്താണ് ഇനി ഡോക്ടറെ കാണിക്കേണ്ടി വരുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അത് അല്ലുവിനും മുത്തുട്ടിക്കുള്ള ചോറാണ് കേട്ടോ. അവർക്ക് മുട്ട പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ മുട്ട ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രശ്നം എന്താണോ, മുട്ട നമ്മൾ പുഴുങ്ങിയിടുമ്പം ആകെ നമ്മൾ എല്ലാവർക്കും ഓരോന്നോ അല്ലെങ്കിൽ 2 ഒക്കെ അല്ലേ പുഴുങ്ങിയിടുള്ളത്, അപ്പം തന്നെ കഴിയും. പിന്നെ നമുക്ക് ഇതിൽക്കൊന്നുമില്ല. മറ്റേ സാധാ ബിരിയാണിയൊക്കെ ആകുമ്പോൾ മസാല ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ രാത്രി മുട്ട എല്ലാവർക്കും പൊരിച്ചതിൻ്റെ ആ ഒരു ഇതിങ്ങനെ വെള്ളത്തിലിട്ട് അടിച്ച് വെക്കട്ടെ ഒരു പഴയ പാത്രത്തിൽ. ഇനി ഇത് നാളെ വൈകുന്നേരം നമ്മൾ പിറ്റേന്ന് വൈകുന്നേരം ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ഉണ്ടാവും കേട്ടോ. പച്ചക്കറികളൊക്കെ നല്ല ഉണ്ടാവും. പിന്നെ ഇതാണ് കേട്ടോ, വായൻ്റെ ആ ഒരു മധുരക്കയും കണ്ണിത് അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് തീറ്റിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ എങ്ങനെ മധുരക്കേങ്ങൊക്കെ ഇതാവുമോ, പക്ഷേങ്കിൽ ഞാൻ കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് ഞാൻ കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു 8:30 ആകുമ്പോഴാട്ടോ പിന്നെ TV ഇട്ടത്. TV ഇട്ടുകൊണ്ട് സീരിയൽ കാണുകയാണ്. അപ്പോൾ റീചാർജ് ചെയ്തിട്ട് ഇപ്പോൾ ഉമ്മ വന്നപ്പോൾ റീചാർജ് ചെയ്തേനെ. അപ്പോൾ ഉമ്മ പിറ്റേന്ന് പോവുകയും ചെയ്തു. എന്നും അങ്ങനെ തന്നെ, ഉമ്മ വരുമ്പോൾ അമ്മക്ക് മൃഗങ്ങളുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് റീചാർജ് ചെയ്യും, പിന്നെ അമ്മ പോവും. പിന്നെ ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പൊന്നു. ഒരു സീരിയൽ പരസ്യം വരുമ്പോൾ വേറെ ഒന്ന്, അങ്ങനെ ഇല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും ഇടും കേട്ടോ. പോലെയൊക്കെ 8 കഴിഞ്ഞ് കണ്ട് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, മുഴുകിയിരിക്കുന്ന 2 കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിന് 9 മണി 9:30 ആയിട്ടുണ്ട് കേട്ടോ. 9:30 ആകുമ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിച്ച് ആദ്യക്ക് ഉറക്കമൊന്നും വരുന്നില്ല, പക്ഷെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൾബ് ഇട്ടതുകൊണ്ട് തന്നെ പല കളർ കണ്ടില്ലേ, വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അതൊക്കെ ഞാൻ മാറ്റി ഇടിപ്പിച്ച് അപ്പോൾ കണ്ടില്ലേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു. പിന്നെ ഞാനും എനിക്കിപ്പം ചെയ്യണത് ഇങ്ങനെ കേട്ടോ, അടിയിൽ ഷീറ്റ് ഇട്ടിട്ട് പമ്പേഴ്സാണ് ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ അധികം മൂത്രയിക്കലില്ല, എപ്പോഴെങ്കിലും ഒന്ന് മൂത്രയിക്കുള്ളൂ. അപ്പോൾ ഈ വെറുതെ പമ്പേഴ്സിൻ്റെ പൈസ കളയണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒന്നും അലക്കും വേണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യല്. അപ്പോൾ ഇത്രയൊക്കെ ഇട്ടാൽ നമ്മുടെ വീഡിയോ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.